വേലിതിൽ മണ്ണുരുകുമ്പോൾ മാരിയായി വിൺതകരുമ്പോൾ ചില്ലകൾ ചേർത്തു വിരിക്കും ആശ്രയമേതോ നാടുവാ. സേവന തൽപരതയും ചടുലമായ പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡ് മെമ്പർ രേഖ അശോകനാണ് നമ്മുടെ കൂടെയുള്ളത്. രേഖയോട് നമുക്ക് ചോദിക്കാം കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച്. നമസ്കാരം. രേഖ മെമ്പർ എന്ന നിലയ്ക്ക് എന്തു തോന്നുന്നു കഴിഞ്ഞ 5 വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ? 17-ാം വാർഡിലെ മെമ്പർ ആവാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടുത്തെ ജനങ്ങൾ എന്നെ ഒരു മകളെ പോലെയായും സഹോദരി പോലെ ആയിട്ടാണ് എന്നെ കാണുന്നത്. തിരിച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഈ മെമ്പർ കാലത്തിനിടയിൽ മനസ്സിൽ തട്ടിയ ഒരു അനുഭവം എന്താണ്? ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു അനുഭവമാണ് കൊറോണ ഗംഭീരമായി വാഴുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങൾ മെമ്പറായിട്ട് കടന്നു ചെല്ലുന്നത്. ഏറ്റവും കൂടുതൽ കൊറോണ വന്നതും എൻ്റെ വാർഡിൽ തന്നെയാണ്. 135ഓളം രോഗികളുണ്ടായിരുന്നു. അതിൽ അവർക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റി. അതിൽ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വാർഡിലെ പൊതുപ്രവർത്തകർ, ക്ലബ്ബുകാർ, നാട്ടുകാർ എല്ലാവരും എൻ്റെ കൂടെ ഒത്തൊരുമിച്ച് ഉണ്ടായിരുന്നു. അവർ നല്ല നല്ല പ്രവർത്തനങ്ങൾക്കായിട്ട് രോഗികൾക്ക് മരുന്നെത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും അടിയന്തരമായിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുപോലെ തന്നെ കോവിഡ് നെഗറ്റീവായ വീടുകൾ അണുവിമുക്തമാക്കാനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. കടലേറ്റം അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണല്ലേ? അതെ, കടലേറ്റം ഉണ്ടായിട്ട് അവിടെ കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ വാർഡിലെ തൊഴിലുറപ്പ് പ്രവർത്തകരും അതുപോലെ തന്നെ ക്ലബ്ബിലെ അംഗങ്ങളും പൊതുപ്രവർത്തകരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് 100 മീറ്ററോളം ചാല് കയറി മറ്റൊരു തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 1-2 പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില ഏരിയയിലൊക്കെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരൊക്കെ കൈക്കോട്ട് വെച്ചിട്ട് കൊത്താൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞങ്ങൾ JCB അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്ന സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്ന ആളുകൾ രേഖ കടലേറ്റം ഉണ്ടായാൽ ഏത് സമയത്തും ഏത് പാതിരക്കാണെങ്കിലും രേഖ വരും. ഈ കടലേറ്റം ഉണ്ടാകുമ്പോഴത്തെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മോശമാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? 17-ാം വാർഡിൽ മെമ്പറായി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 312 ഹൗസ് കണക്ഷൻ, അതായത് ജൽജീവൻ പദ്ധതി പ്രകാരം 312 വീടുകളിലേക്ക് നമ്മൾ കുടിവെള്ളം കണക്ഷൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 298 പേർക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നുണ്ട്. പക്ഷേ പല വീടുകളിലും അതിപ്പോൾ പല വാർഡുകളിലും അത് കണക്ഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. 17-ാം വാർഡിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ കണക്ഷൻ വെച്ച് കൊടുത്തത് കൊണ്ട് അവിടെ എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട്. ഒരുവിധം എല്ലാ വീടുകളിലും വെള്ളം കിട്ടുന്നുണ്ട്. മറ്റു വാർഡുകളിലേക്ക് വെള്ളം കിട്ടുന്നത് കുറവാണ്. പിന്നെ സാധാരണ ഇപ്പോൾ തീരദേശത്ത് നമ്മുടെ വാടാനപ്പള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അപ്പോൾ സാധാരണ എല്ലാ കൊല്ലവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് കളക്ടറുടെ അനുമതിയോടുകൂടി പഞ്ചായത്ത് വെള്ളം കൊടുക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ വെള്ളം കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാ സമയത്തും വെള്ളം കിട്ടുന്നുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. അത് ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസിൽ നമ്മൾ ഇടപെട്ടില്ലേ, അതിൻ്റെ ഒരു നേട്ടമാണ്. അതായത് ധർമ്മരാജേട്ടനും സീതി മാഷും അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ കേസാണ്. അതിൽ നമ്മുടെ പ്രദേശത്തെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി നാട്ടിക ഫർക്കയിലെ എല്ലാ പഞ്ചായത്തുകളെയും, എങ്ങണ്ടിയൂർ വരെയുള്ള എല്ലാ പഞ്ചായത്തുകളെയും കൂടെ ആ കുടിവെള്ള പ്രശ്നത്തിൽ അതിൽ പരിഗണിക്കാൻ തയ്യാറായി. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലെയും ഈ കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശങ്ങൾ നോട്ട് ചെയ്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നമ്മളിവിടുന്ന് ഭീമ ഹർജിയിലെ നിങ്ങൾ പോയിട്ട് ഭീമ ഹർജി ഒരുപാട് ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കൊടുത്തു. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് എല്ലാ സമയത്തും ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവുണ്ടായി. ഇപ്പോൾ കോടതി അലക്ഷ്യമാണ് കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ. അന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ കളക്ടറൊക്കെ അന്ന് ഹൈക്കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു അഭിമാന നേട്ടമാണ്. കാരണം കുടിവെള്ള പ്രശ്നത്തിന് വലിയ തോതിലുള്ളൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഏങ്ങണ്ടിയൂർ മുതൽ മതിലകം വരെ മുമ്പ് കോൺക്രീറ്റ് പൈപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 500 mm 700 mm വ്യാസമുള്ള അയൺ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയാൽ 1 വർഷത്തിനകം തീർക്കണം എന്നാണ്
പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മുടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമമാണ് 17-ാം വാർഡ് എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? 17-ാം വാർഡിൽ 307 പേർക്കാണ് നിലവിൽ പെൻഷൻ ഉള്ളത്. അതിൽ 92 പേർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. നമ്മളന്ന് ഇലക്ഷൻ വർക്കിന് പോകുമ്പോൾ വോൾട്ടേജ് ക്ഷാമത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നു, അതെങ്ങനെയാണ് പരിഹരിച്ചത്? അത് KSEBിൽ നിരന്തരമായുള്ള ഇടപെടലുകൾ കൊണ്ട് വാർഡിൻ്റെ 2 മേഖലകളിലായിട്ട്, ഇപ്പോൾ ദുബായ് റോഡ്, ബീച്ച്, വാടനപ്പള്ളി ബീച്ച്, ലക്ഷം വീട് കോളനി, ആ ഭാഗങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ശാന്തി റോഡ്, അറപ്പ റോഡ് മേഖലയിലൊക്കെ നന്നായിട്ട് വോൾട്ടേജ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ KSEBിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഈ ശാന്തി റോഡിലും അതുപോലെ തന്നെ ദുബായ് റോഡിലും 2 ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 17-ാം വാർഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ തെരുവിളക്കുകൾ കത്തി നിൽക്കുന്നത് കാണാം. എന്താണ് തെരുവിളക്ക് പരിപാലന കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? തെരുവിളക്ക് പരിപാലനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ വാർഡിൻ്റെ വിവിധ ഇടങ്ങളിൽ ഏകദേശം 980ഓളം മീറ്റർ ലൈൻ എക്സ്റ്റൻഷൻ ചെയ്ത് പുതിയ ബൾബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേടായി കിടന്നിരുന്ന 2 മിനിമാസ് ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ഹൈമാസ് ലൈറ്റ്, വാടനപ്പള്ളി ബീച്ചിൽ ഹൈമാസ് ലൈറ്റൊക്കെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വെള്ളക്കെട്ടാണ് ഒരു പ്രശ്നമായിട്ട് പറയാറുള്ളത്, എന്താണ് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? വാർഡ് 16, 17, 18, 1 വാർഡുകളൊക്കെ അറപ്പാതോട്, അതായത് ഓർക്കായൽ പരിസരമൊക്കെ ഏകദേശം താഴ്ന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സാധാരണയായിട്ട് കാലവർഷത്തിൽ അവിടെയുള്ള ഈ ഓർക്കായലും ചെറുതോടുകളൊക്കെ നിറഞ്ഞ് വെള്ളക്കെട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത് ആ ഒരു 2 ദിവസം മഴ പെയ്തില്ലെങ്കിൽ അത് ഒലിച്ചു പോകാറുണ്ട്. അപ്പോൾ ആളുകൾ പറയും, ഇവിടെ തന്നെയാണോ ഈ വെള്ളം കെട്ടി നിന്നേ എന്നൊരു ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഈ വെള്ളക്കെട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, വർഷത്തിൽ പദ്ധതി വെച്ചിട്ട് ഓർക്കായൽ ക്ലീനിങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ചെറുതോടുകൾ ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും അത് സാധ്യമാവാറുണ്ട്. സാധാരണ ഒരു ആൾ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2ാം വട്ടം മത്സരിക്കാൻ ഒരു ഭയം ഉണ്ടാവും. പക്ഷെ രേഖ ഒരു ഭയം കൂടാതെ ഞാൻ 17-ൽ മത്സരിക്കാം എന്ന് പറയുണ്ടായി. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു ആത്മവിശ്വാസം? 17-ാം വാർഡ് എൻ്റെ വീടാണ്, അതിലുള്ളവർ എൻ്റെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവരെന്നെ കൈവിടില്ല എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അടുത്ത വട്ടം ഇനിയൊരു തവണ കൂടെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നാണ് മനസ്സിലൊരു ആഗ്രഹം? 100 കുടുംബങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു തൊഴിൽ സംരംഭം കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് ബീച്ചിലൊരു പാർക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളൊക്കെ ഉള്ള ക്ലബ്ബുകളുണ്ട്. അവർക്കും യുവജനങ്ങൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസിൻ്റെ സ്ഥലം ഉപയോഗിച്ച് ഒരു കളിസ്ഥലം ഒരുക്കും. അതുപോലെ തന്നെ 17-ാം വാർഡിലെ അംഗനവാടിക്ക് പുതിയൊരു കെട്ടിടം ഉണ്ടാക്കും. 17-ാം വാർഡിൽ മത്സരിക്കാൻ വീണ്ടും ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ്. കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഹസീന താജു ആണ്. അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് AT നേനയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കയ്യടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അവരെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിനവുണ്ടോ, നെഞ്ചുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, ഒരു ദേശമാകെ ഇന്നൊന്നാകണം. അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ ഇന്നൊന്നാവണം.